Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വ്യാജ വോട്ട് ചേർക്കലിനോടൊപ്പം അർഹരുടെ വോട്ട് നീക്കം ചെയ്യലിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്യുന്നുവെന്നതാണ് തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. എന്നാൽ രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. പ്രതിപക്ഷ നേതാവ് കത്തിച്ചത് പൂത്തിരിയായെന്നാണ് BJPയുടെ പരിഹാസം. ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നു. Now let's talk about how this is being done. That this is being done in a centralized manner. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടെയും തെളിവുകളുടെ പിൻബലത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ഗുരുതര ആക്ഷേപം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതിന് ഇന്ന് രാജ്യം സാക്ഷിയായി. ഒന്നാം ഘട്ടത്തിൽ കള്ളവോട്ട് ചേർക്കലിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവിട്ടതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അർഹരായ വോട്ടർമാരെ തന്ത്രപരമായി പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നതിന്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിനു മുന്നിൽ അനാവരണം ചെയ്തത്. വോട്ട് ചേർക്കലിന്റെ കള്ളത്തരങ്ങൾ വിശദീകരിക്കാൻ കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലമായിരുന്നു അടിസ്ഥാനമാക്കിയതെങ്കിൽ വോട്ടുവെട്ടൽ വിവരിക്കാൻ കർണാടകയിലെ അലന്ദ് മണ്ഡലത്തെയാണ് രാഹുൽ കേന്ദ്രമാക്കിയത്. Aland is constituency in Karnataka, 6,018 votes. Somebody tried to delete 6,018 votes. We don't know the total number of votes that were deleted in Aland. Somebody got caught deleting 6,018 votes. അമ്മാവന്റെ വോട്ട് നീക്കിയത് യാദൃച്ഛികമായാണ് ഒരു വനിതാ ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതത്രേ. ആരാണ് വോട്ട് നീക്കിയതെന്ന് പരിശോധിച്ചപ്പോൾ സ്വന്തം അയൽക്കാരനാണെന്ന് കണ്ടെത്തി. എന്നാൽ അയാൾ ഇക്കാര്യം അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. ആ അന്വേഷണമാണ് വോട്ട് മോഷണത്തിന്റെ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് തങ്ങളെ എത്തിച്ചതെന്നും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ദളിത്, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, പിന്നോക്കക്കാർ എന്നിവരാണ് വോട്ട് മോഷണത്തിന്റെ പ്രധാന ഇരകളെന്നും രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു. ഈ വോട്ട് കൊള്ളയ്ക്കെല്ലാം സംരക്ഷണം ഒരുക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണെന്ന ഗുരുതര ആരോപണവും ആത്മവിശ്വാസത്തോടെ രാജ്യത്തിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക CID 18 തവണ കത്തയച്ചിട്ടും കമ്മീഷൻ പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. 100% തെളിവ് വെച്ചിട്ടും ജനാധിപത്യത്തിന്റെ കശാപ്പുകാരെ ജ്ഞാനേഷ് കുമാർ സംരക്ഷിക്കുകയാണ്. ഹൈഡ്രജൻ ബോംബ് പിന്നാലെ വരുമെന്നും രാഹുൽ പറഞ്ഞു വെക്കുന്നു. 18 times in 18 months, the CID of Karnataka has written to the Election Commission for this, and they are not giving it. Why are they not giving it? Because this will lead us to where the operation is being done. H-bomb is coming. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന് ഇതുവരെ നൽകിയിട്ടുള്ള വിശദീകരണം. ഓൺലൈനായി ഒരു വോട്ടും നീക്കം ചെയ്യാൻ കഴിയില്ലത്രേ. അലന്ദ് മണ്ഡലത്തിൽ നടന്നത് വോട്ടുകൾ നീക്കാനുള്ള വിഫല ശ്രമമാണെന്നും അത് സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷൻ പറയുന്നു. അതേസമയം രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധം. ഹൈഡ്രജൻ ബോംബിന് പകരം രാഹുൽ കത്തിച്ചത് പൂത്തിരിയാണെന്ന പരിഹാസവുമായി പതിവ് പോലെ BJP നേതാവ് അനുരാഗ് ഠാക്കൂറും ഇന്ന് രംഗത്തെത്തി. आज की प्रेस कॉन्फ्रेंस में हाइड्रोजन बम फोड़ने वाले थे, फुलझड़ी से काम चलाना पड़ा, वो भी फुस हो गई. ഇനിയും പരിഹാസം കൊണ്ട് മറികടക്കാനാകുമോ രാഹുൽ ഗാന്ധിയെ? ചോദ്യം ഇതാണ്, ഉത്തരം മുട്ടിച്ചു. സ്മൃതിയിലേക്ക്. സ്മൃതി, ഇതിപ്പോൾ വോട്ട് ചോരി രണ്ടാം ഘട്ട വിശദീകരണവും അവതരണവുമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. കഴിഞ്ഞ തവണ കർണാടകയിലെ തന്നെ മഹാദേവപുര എന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നുവെങ്കിൽ ഇത്തവണ അലന്ത എന്ന് പറയുന്ന മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് പോകുന്നത്. അവിടെ 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തുന്നു. മറ്റു ചിലയിടങ്ങളിൽ വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹൈജാക്ക് ചെയ്തതാണോ, ഈ ഡിലീഷൻ നടത്തിയതാണോ എന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു ഫ്രോഡുലൻസ് നടന്നിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരം മുട്ടിച്ചോ? ജ്ഞാനേഷ് കുമാറിനെ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആദ്യ വരി തന്നെ അതായിരുന്നു, ജനാധിപത്യത്തിന്റെ ഘാതകർക്ക് കൂട്ടുനിൽക്കുന്ന ജ്ഞാനേഷ് കുമാർ. ആ പേര് തന്നെയാണ്, അതല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന മുഴുവൻ സംവിധാനത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ജ്ഞാനേഷ് കുമാർ എന്ന പേര് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അണുബോംബിനും ഹൈഡ്രജൻ ബോംബിനും ഇടയ്ക്കുള്ള ഒന്നാണ് ഇന്ന് പൊട്ടിയിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാർത്താസമ്മേളനം തുടങ്ങുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരുന്നു.
101% ഉറപ്പുള്ള തെളിവുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇതിൽ ഗ്രേ ഏരിയാസ് ഇല്ല, മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത്രയും കൃത്യമായ തെളിവുകളുമായിട്ടാണ് വരുന്നതെന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ വോട്ട് ചോറിയിലെ ഇരകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 ആളുകൾ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വരികയും ചെയ്തിരുന്നല്ലോ. ഈ പറയുന്ന 6018 വോട്ടുകൾ വെട്ടിയത് പിടികൂടിയതാണ്. അതിൽ എത്ര വോട്ടുകൾ വെട്ടിയിട്ടുണ്ടെന്ന് പൂർണ്ണമായും തെളിഞ്ഞിട്ടില്ല. പിടികൂടിയ 6018 എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കണക്ക്. അപ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളും കണ്ടെത്തുന്ന പോലെ യാദൃശ്ചികമായി സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന ഒരു BLOയുടെ ബന്ധുവിനെ വോട്ട് വെട്ടി, അത് അന്വേഷിച്ചപ്പോൾ അയൽക്കാരൻ്റെ പേര് വരുന്നു. അപ്പോൾ അയൽക്കാരി പറയുന്നു അങ്ങനെയല്ല, ഞാനല്ല എന്ന് പറയുന്നു. അങ്ങനെ പോയ അന്വേഷണമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത്. നിരവധി ഫോൺ നമ്പറുകൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുന്ന ഫോൺ നമ്പറുകളൊന്നും ഈ സ്റ്റേറ്റിനകത്തു നിന്നല്ല, പുറത്താണ്. അപ്പോൾ ആ നമ്പറുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ചോദിക്കുമ്പോൾ അതിൽ ആ തെളിവുകൾക്ക് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിന് ശേഷം 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ ഉണ്ടായത്? അല്ല. പേരിന് മാധ്യമപ്രവർത്തകരെയും കൂടി അനുവദിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് താല്പര്യമുള്ള ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകുക, ആ രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ രാഷ്ട്രീയ പ്രതികരണം നടത്തുകയാണ് ചെയ്തത്. രാഷ്ട്രീയ കളി നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്ന പ്രതികരണമാണ് ജ്ഞാനേഷ് കുമാർ നടത്തിയത്. അല്ലാതെ കൃത്യമായ അഡ്രസ്സുമായി ബന്ധപ്പെട്ടും ആളുകളുടെ പേരിരട്ടിപ്പൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില പിഴവുകൾ എന്ന രൂപത്തിലാണ് അത് പറഞ്ഞത്. പക്ഷേ ആ കണക്കുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞില്ല. പകരം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. ഇന്നും രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനല്ല, പ്രതിപക്ഷ നേതാവിൽ ചുമതലപ്പെട്ട ഒരു കാര്യമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യേണ്ടവർ അത് ചെയ്യാത്തത് കൊണ്ട് ഞാനത് ജനസമക്ഷം അത് വെക്കുകയാണ്. നിങ്ങൾക്കതിൽ തീരുമാനമെടുക്കാം. സത്യമിതാ നിങ്ങൾക്ക് മുന്നിലുണ്ട്, അതിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത്. ആ നിലയ്ക്കാണ് ഈ കണക്കുകൾ പറയുന്നത്. പിന്നെ ഗോദാബായി എന്നൊരു പ്രായമേറിയ വയോധികയും നമ്മുടെ മുന്നിൽ തെളിവുകളുമായി വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം വന്നു, അവരുടെ ഭാഷയിലാണ്. എന്നാൽ പോലും അതെന്താണ് പറഞ്ഞതെന്നൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ തെളിവുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഉറപ്പായിട്ടും അത് വാരണാസിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോഴും അടുത്ത ബോംബ് ഹൈഡ്രജൻ ബോംബായിരിക്കുമോ എന്ന് പറയുകയും ചെയ്തല്ലോ. അപ്പോൾ വാരണാസിയുമായി ബന്ധപ്പെട്ടാണോ, അവിടെ പെട്ടെന്ന് കഴിഞ്ഞ തവണത്തിൽ നിന്നും ലക്ഷങ്ങളുടെ വോട്ട് കുറഞ്ഞുകൊണ്ട് മോദിക്കുണ്ടായ ജയം, അതിനെയാണോ, അതിൻ്റെ തെളിവുകളാണോ ലഭിച്ചത്? തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, പക്ഷേ അതിനൊരു അടിത്തറ വയ്ക്കാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെടുക്കുന്ന കാലതാമസം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നോക്കൂ, ഇതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പായിട്ടാണ് വിവരം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വേറെ പ്രതികരണമല്ല. ആ പ്രതികരണം പറയുന്നത് ഈ തരത്തിൽ വോട്ടുകളുടെ സാധ്യമല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് ഒരു കൃത്യമായ മറുപടിയാണോ എന്ന് ചോദ്യമുണ്ട്. BJPയുടെ പ്രതികരണം വരുന്നു, പൂത്തിരി കത്തിക്കുകയാണെന്ന് പറയുന്നു. ഈ പറയുന്ന അനുരാഗ് ഠാക്കൂർ നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ടും വാർത്താ സമ്മേളനം നടത്തിയതാണല്ലോ. അതിൽ വയനാട് മണ്ഡലവുമായി ബന്ധപ്പെട്ടും പറഞ്ഞതാണല്ലോ ചില കാര്യങ്ങൾ. മൈമൂന എന്ന വോട്ടർ കള്ളവോട്ട് ചെയ്തു എന്നടക്കമുള്ള തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ അതൊക്കെ പൊളിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പരിഹാസമല്ല മറുപടി, പരിഹാസം ഒരു മറുപടിയല്ല. കൃത്യമായ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. ആ മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നുമുണ്ട് UQ JJW എന്നൊക്കെയുള്ള പേരുകൾ ഇന്നും അഡ്രസ്സിൽ കാണാമായിരുന്നു. അതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് തെളിവുകളാണ് ഇത്. ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഒരാഴ്ചയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം ഇതിൽ മറുപടി നൽകാൻ തയ്യാറാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലോഗിൻ IP, മൊബൈൽ നമ്പർ കിട്ടിയാൽ ഈ നെറ്റ്വർക്കിനെ കണ്ടെത്താം. അത് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി പറയാത്തത്? സാധ്യമല്ല എന്ന് പറയുകയാണ്. അത് പരിശോധിക്കാം എന്നൊരു മറുപടി ആയിരുന്നെങ്കിൽ അതിലൊരു സുതാര്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിശോധിക്കാനുള്ളൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. ഇങ്ങനെയൊന്നും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സാധ്യമായതിൻ്റെ തെളിവുകളായിട്ടാണല്ലോ ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കണമെങ്കിൽ അതിൽ കൃത്യമായ ഈ പറയുന്ന സാങ്കേതികമായ വിവരങ്ങൾ വിശദീകരിക്കണം. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാദേവപുരയ്ക്ക് ശേഷം ഇപ്പോൾ അടുത്ത മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് മോദിയുടെ മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ ഉള്ള തെളിവാണ്. ഇതിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നടത്തിയ പ്രതികരണമുണ്ട്. അതിൽ ഈ ജ്ഞാനേഷ് കുമാർ നൽകിയിരിക്കുന്ന പ്രതികരണം അത് സുതാര്യമല്ല. ഈ സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്നതല്ല മറുപടി പറയേണ്ടത്, കുറച്ചുകൂടി വിശ്വാസ്യതയുള്ള മറുപടി നൽകണം എന്ന് അവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കസേരയിൽ നേരത്തെ ഇരുന്നവർ പറയുകയാണ് ഇങ്ങനെയല്ല അതിന് മറുപടി നൽകേണ്ടതെന്ന്. മാത്രമല്ല കോടതിക്ക് മുന്നിൽ ഈ
മരിച്ച വോട്ടർമാരുമായിട്ട് യോഗേന്ദ്ര യാദവ് എത്തിയതാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ആ ക്രമക്കേടുകളിലൂടെയാണോ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തുന്നത് എന്ന ചോദ്യമാണ്. ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന പരിശോധന ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയാം. ബീഹാർ തെരഞ്ഞെടുപ്പാണ്, ആണ്, രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട രാഷ്ട്രീയമല്ല ഇത്. തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും മത്സരിക്കുന്നു, നിങ്ങളും മത്സരിക്കുന്നു. ജനം വോട്ട് ചെയ്തവരാണോ ജയിച്ചത് എന്നറിയാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്. അതിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് വേണ്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞങ്ങ് ഓടിപ്പോകാൻ പറ്റില്ല. ഇതിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്ന് അറിയാം. ഉറപ്പായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിരിക്കും. ഓക്കെ, ഉത്തരം മുട്ടിച്ചോ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഈ കർണാടകത്തിലെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലം, ആ മണ്ഡലം ആണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയായി എനിക്ക് തോന്നിയത്. 2018 വെറും 697 വോട്ടിന് BJP കടന്നുകൂടിയ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇത്തവണ വിജയം ഉറപ്പിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിയും BJPയും കുറേ കളികൾ കളിച്ചു എന്നുള്ളത് ഇപ്പോൾ വന്ന വാർത്തയല്ല, നേരത്തെ വന്നതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ ഈ വിഷയം 2 വർഷം മുമ്പ് പുറത്തു വരികയും പിടിക്കപ്പെടുകയും ചെയ്തതാണ്. എന്തായിരുന്നു? 618 വോട്ടിൽ ഏതാണ്ട് 5994 618 വോട്ടുകൾ വോട്ടർമാരെ മാറ്റാൻ ശ്രമിച്ചു. അതിൽ 5994 മാറ്റൽ ശ്രമങ്ങളും പിടിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്ന് വന്ന വാർത്ത. അതിനുശേഷം ഈ വോട്ടർ പട്ടികയിലെ വ്യാജമായ ആളുകളെ മാറ്റാൻ ശ്രമിച്ചതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നതുമാണ്. ഇത്രയും വാർത്ത നമുക്കറിയാം, ഇത് നടന്ന കാര്യമാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 10,000 വോട്ടിന് കഴിഞ്ഞ തവണ BJPയിലെ സുഭാഷിനോട് തോറ്റ സ്ഥാനാർത്ഥി BR പട്ടീൽ 10,000 വോട്ടിന് അവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷേ ആ 2023 പരാതിയുടെ പശ്ചാത്തലത്തിൽ ഒരു കേസെടുത്തിരുന്നല്ലോ. അതായത് വോട്ടർ പട്ടികയിൽ മാറ്റം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത്. അതെന്തായി എന്നുള്ളതിൻ്റെ ബാക്കിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. രാഹുൽ ഗാന്ധി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചില്ല, ജ്ഞാനേഷ് കുമാർ സഹകരിച്ചില്ല. അതാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ക്രക്സ്. എന്താണ്? വ്യാപകമായി വോട്ടർമാരെ മാറ്റാൻ ശ്രമിച്ചത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി വന്നു, അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല, അത് പറ്റില്ല, ഇതൊന്ന് പരിശോധിക്കണം. നടക്കുമോ വോട്ടർ പട്ടികയിലെ മാറ്റം വരുത്താൻ? ഓൺലൈനിൽ പറ്റുമോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫോം 7 ഡൗൺലോഡ് ചെയ്ത് ഒരാളെ സ്വന്തം പേരോ വേറെ ആരുടെയെങ്കിലും പേരോ മാറ്റം ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കാം. ആ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർ പോയി ഇത് പരിശോധിക്കണം. ഫിസിക്കൽ വെരിഫിക്കേഷൻ. ആ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രമേ പേരുകൾ മാറ്റാനാവുകയുള്ളൂ. ശരി, ഇത്രയും വ്യക്തമാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പകുതി സത്യം പകുതി കള്ളം. ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആദ്യഘട്ടം ഓൺലൈനായി തന്നെ ചെയ്യാവുന്നതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുപോയി. എങ്ങനെയാണ്? വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 2 ആപ്ലിക്കേഷനുകൾ വരികയാണ് 35 സെക്കൻഡിനിടയ്ക്ക്. ആ 2 ആപ്ലിക്കേഷൻ 36 സെക്കൻഡിനിടയ്ക്ക് ആ 2 ആപ്ലിക്കേഷൻ നടത്തിയ ആളുടെ പേര് നാഗരാജ് എന്നാണ്. ആ ഫോൺ നമ്പറിനെ കുറിച്ചാണ് സംശയം. മറ്റൊരു സ്ഥലത്ത് 12 സെക്കൻഡിൽ എത്രയോ ആപ്ലിക്കേഷനുകൾ വരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ടീമിൻ്റെ വിശദമായ അന്വേഷണം. അപ്പോഴാണ് കണ്ടെത്തുന്നത് ഓരോ ബൂത്തിലെയും വോട്ടർ പട്ടികയിലെ തിരുത്തൽ നടത്തിയിരിക്കുന്നത് ആ ബൂത്തിലെ 1-ാം നമ്പർ പേരുകാരനാണ്. എല്ലായിടത്തും ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഒരു പ്രശസ്തമായ ഒരു ഹാക്കറുടെ കഥയുണ്ട്, പറഞ്ഞു കേട്ടതാണ്. അതായത് ബാങ്കിൽ ഒരു പേര് അദ്ദേഹം അക്കൗണ്ട് തുറക്കുന്നു, അത് ഇസഡിലാണ്. എന്നിട്ടൊരു സോഫ്റ്റ്വെയറിൽ ഒരു തിരുത്തൽ വരുത്തുന്നു. മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റിന് ശേഷമുള്ള ചില്ലറ പൈസ അത് ഈ ഏറ്റവും അവസാനത്തെ പേരുകാരൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എന്ന ഒരു തിരുത്തൽ. അങ്ങനെ ഒരു ഹാക്കർ കോടാനുകോടി ഡോളറുകൾ സമ്പാദിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ വളരെ പ്രാകൃതമായ ഒരു സോഫ്റ്റ്വെയർ ഹാക്കിങ്ങിലൂടെ എല്ലാ ബൂത്തിലെയും 1-ാം നമ്പറുകാരൻ്റെ പേരെടുത്തിട്ട് അയാളെ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്? നോക്കൂ, ഞാൻ 10 ബൂത്തുകൾ എടുക്കുന്നു, ആ 10 ബൂത്തിൽ 8 കോൺഗ്രസിൻ്റെയാണ്, ഏറ്റവും കൂടുതൽ വോട്ട് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ്. ഈ 10 1-ാം നമ്പറുകാരനാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, വേറെ ആരും കൊടുത്തിട്ടില്ല. ഇതെന്തൊരു മറിമായമാണ്! ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആർക്കും കൊടുക്കാം, പക്ഷേ എങ്ങനെയാണ് 1-ാം നമ്പറുകാരൻ മാത്രം വരുന്നത്? അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി, യന്ത്രബുദ്ധിയുടെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിക്കൂടെ? ശരി, അങ്ങനെ ആവാം, അങ്ങനെ അല്ലാതാവാം. പക്ഷേ
ഇത് സംബന്ധിച്ച് കേസെടുത്ത കർണാടകത്തിൻ്റെ CID-കൾ ഈ ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലേക്കാണല്ലോ പോയത്. സാർ, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണെന്ന് പോയത്, അതായത് IP അഡ്രസ്സ് എന്താണ്, ഈ ഉപയോഗിച്ച ഒരു ഫോൺ നമ്പർ ഉണ്ട്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTPയുടെ ഫില്ല് ചെയ്താലാണ് Form 7 ആദ്യമായി ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഫോൺ നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അത് ഏത് കമ്പനിയുടെയാണ്, ഈ വിശദാംശങ്ങൾ ചോദിച്ച് 18 കത്തുകൾ അയച്ചു. ഈ 18 കത്തിനും ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ രാഹുൽ ഗാന്ധി പുതുതായി കണ്ടെത്തിയ ഒരു വോട്ട് ചോറിയല്ല. ഇത് പിടിക്കപ്പെട്ട് അതിൻ്റെ അന്വേഷണം നടന്ന് ഒരു ഘട്ടമെത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ബൂത്ത് ലെവൽ ഓഫീസർമാർ വെരിഫൈ ചെയ്താലേ ഈ സാധനങ്ങൾ നടപ്പിലാകൂ എന്നുള്ളത് ഒരു യുക്തിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളിയാക്കിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ സമയത്ത് സുപ്രീം കോടതിയിൽ ഇതുപോലെ ബൂത്ത് ലെവൽ ഓഫീസർമാരൊക്കെ തിരുത്തിക്കൊണ്ടുവന്ന ഈ ചത്തുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത 10-12 ആളുകൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വന്നു നിന്ന് സാർ ഞങ്ങളാണ് ആ മരിച്ചു പോയതെന്ന് പറഞ്ഞത്. ഇവർക്കൊപ്പമല്ലേ രാഹുൽ ഗാന്ധി ചായ കുടിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ നന്ദി ആദ്യമായി മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാനായി എന്ന് പറഞ്ഞത്. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശോധനയും അതിനുശേഷം പരാതിക്കാർക്ക് പരാതി കൊടുക്കാനുള്ള അവസരവും ഇതെല്ലാം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ആളുകളും അവരെ അറിയിക്കാതെ അങ്ങനെ ചെയ്യിക്കാനുള്ള സംവിധാനം ഈ നാട്ടിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ട് ഈ വിഷയത്തിൽ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തയാളെയും അങ്ങനെ വോട്ട് മാറ്റപ്പെട്ട ആളുടെയും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹം സുഗികാന്ത് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഞാനാണ് ഈ ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. സൂര്യകാന്ത്. അതിനുശേഷം ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, ഞാനാണ് ആ ഹതഭാഗ്യ, എൻ്റെ വോട്ടാണ് പോയത്, ഞാൻ അറിഞ്ഞില്ല. മറ്റൊരു സ്ത്രീയുടെ വീഡിയോ, അവർ 12 വോട്ടാണ് ഡിലീറ്റ് ചെയ്തത്, അവരുടെയും വീഡിയോ ഒന്നും എൻ്റെ പേരിലാണ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ മണി പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കള്ള ട്വീറ്റുകൾ നടത്തുന്നത്? ഒരു കാരണവശാലും ഓൺലൈനിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതല്ലല്ലോ കേസ്. ഭാഗികമായി ഓൺലൈനിൽ ചെയ്ത ഒരു കാര്യത്തിൽ രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കുമൊക്കെ വ്യാപകമായി നടക്കുകയും എല്ലാ ബൂത്തിലെയും ഒന്നാം നമ്പറുകാരൻ മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ സംഭവം. ഇതാരാണ് ചെയ്തതെന്ന് അറിയണ്ടേ? ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ഒരു സംസ്ഥാനത്തിലെ CID സംവിധാനം തയ്യാറാണ്. അവർക്ക് നിങ്ങൾ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഗണേഷ് കുമാർ, എന്തുകൊണ്ട് നിങ്ങൾ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ യന്ത്ര സംവിധാനത്തിൻ്റെ ഭാഗമായി, ഒരു വലിയ മെഷീനറിയുടെ ഭാഗമായി നടക്കുന്ന ഒരു തിരിമറിയാണെന്ന് സംശയിക്കുന്നു. അലന്തിൽ അത് പിടിക്കപ്പെട്ടു. മിക്കവാറുമെല്ലാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഒരു വാർത്താസമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇനി വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു കാരണവശാലും ഇനി ആ പണിക്ക് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാജ്യത്തോട്, ഇവിടുത്തെ വോട്ടർമാരോട് മറുപടി പറയണം. എന്തുകൊണ്ട് കർണാടകത്തിലെ CID സംവിധാനങ്ങൾ ഇത്രയും ഗുരുതരമായ, അതായത് ചില്ലറ കളിയല്ല, എല്ലാ ബൂത്തിലെയും ഒന്നാം നമ്പറുകാരൻ മാത്രം ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം സമർപ്പിക്കുന്ന, രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും വോട്ടർ പട്ടിക തിരുത്തലിന് അപേക്ഷ പോകുന്ന കള്ള നമ്പറുകളും സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളും കർണാടകത്തിന് പുറത്തുള്ള നമ്പറുകളും ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സംവിധാനത്തിൽ ഭാഗവാക്കായ ഒരു കാര്യത്തിൽ 18 തവണ കത്തയച്ചിട്ടും എന്തുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നില്ല? താങ്കളെ കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് വിളിക്കണ്ടെങ്കിൽ ഈ കാര്യത്തിന് മറുപടി പറയണം. അല്ലെങ്കിൽ ഗണേഷ് കുമാർ കള്ളന് കഞ്ഞിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. രാഹുൽ ഗാന്ധി ഉത്തരം മുട്ടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ ഈ ശ്രമത്തെ ഏതൊരു പൗരനും അഭിനന്ദിക്കേണ്ടതാണ്. നമ്മളിപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, നിതാന്തമായ ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം എന്ന് പറയാറുണ്ട്. എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി. ഇന്ന് ഇന്ത്യ രാജ്യത്തിനു വേണ്ടി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കാണിക്കുന്ന ഈ നിതാന്ത ജാഗ്രതയെ ഒരു പൗരനെന്ന നിലയിൽ നമ്മൾ അഭിനന്ദിക്കുകയും ആ പോരാട്ടത്തിൽ ഒപ്പം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. 2 ഭാഗങ്ങളായി പറയാം. ഒന്ന്, എന്താണ് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു വെച്ചത്? ഒരു ഇലക്ടറൽ റോളിൽ നിന്ന് ഒരു സാധാരണ വോട്ടർക്ക് മറ്റൊരു വോട്ടറുടെ പേര് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ഓൺലൈനായി ഏതെങ്കിലും തരത്തിൽ ഇലക്ടറൽ റോളിലെ പേര്, ഒരുപാട് വോട്ടർമാരുടെ പേരുകൾ മാസ് ഡിലീഷൻ കൂട്ടത്തോടെ ഒഴിവാക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. നമുക്കതിന് നിയമവശം ആദ്യം ഒന്ന് പരിശോധിച്ച് പോകാം.
തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡീഷനോ ഡിലീഷനോ ഒക്കെ നടത്താൻ നിയുക്തനായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്, ERO എന്ന് പറയും. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ സെക്ഷൻ 22 പ്രകാരം EROയ്ക്ക് ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ അഡീഷൻസോ ഡിലീഷൻസോ വരുത്താൻ കഴിയും. എന്നാൽ EROയെ കൂടാതെ ഈ ഇരിക്കുന്ന നമ്മളുടെ ബൂത്തിലെ ഏതെങ്കിലും ഒരു വോട്ടറുടെ പേര് ചേർത്തതിനെ കുറിച്ചുള്ള ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് കൂടാതെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾ 1960 റൂൾ 13 പ്രകാരവും 13 പ്രകാരവും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 പ്രകാരവും ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ആ ഫോമാണ് ഫോം 7 എന്ന് പറയുന്ന ഫോം. ആ ഫോം 7 നമ്മൾ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. എന്തൊക്കെ കാരണങ്ങളാൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ ബൂത്തിലെ ഈ വോട്ടറുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം, ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ വോട്ടർ ഈ ബൂത്തിൽ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് തന്നെ പോയിട്ടുണ്ട്, ഷിഫ്റ്റിംഗ് ഓഫ് വോട്ടേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ബൂത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് പരാതിയായിട്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് അതാണ് അത് സാധാരണ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് ചെയ്യുക, അവരുടെ ഏജൻസ് ആണ് ചെയ്യുക. അത് പോസിബിൾ ആണ്. അപ്പോൾ ഓൺലൈനിൽ ഏതെങ്കിലും ഒരു ആളുടെ പേര് നീക്കം ചെയ്യാനുള്ള അപേക്ഷ ഫോം 7 പ്രകാരം ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ അലൻഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്താണ് സംഭവിച്ചത്. അവിടെ 6018 വോട്ടുകൾ അവിടെ കുറഞ്ഞതായിട്ട് കണ്ടെത്തുന്നു. 2018 BJP 697 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ 2023 ആകുമ്പോഴേക്കും BR പട്ടീൽ 10248 വോട്ടിന് മറ്റോ വിജയിച്ചു വരുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ BJPയുടെ കോൺഗ്രസിൻ്റെ സ്ട്രോങ് ഹോൾഡാണ്. ഇവിടെയുള്ള 10 ബൂത്തുകളിൽ കണ്ട ഒരു പാറ്റേൺ എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയ ഒരു പഠനം നടത്തുകയാണ് ചെയ്തത്. ആ പഠനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള കേസ് സ്റ്റഡി എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി ഇന്നിവിടെ പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട വോട്ടർമാരുടെ കാര്യത്തിലാണ് കേസ് സ്റ്റഡി പറയുന്നത്. ആ കേസ് സ്റ്റഡി പ്രകാരം 6018 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ മാത്രമായിട്ട് ഇല്ലാതെ കാണപ്പെടും, ഓൺലൈൻ വഴി നീക്കം ചെയ്തതായിട്ട് കാണപ്പെടുന്നു. അത് 24 എണ്ണം അന്വേഷണത്തിൽ കണ്ടെത്തി. അത് വാസ്തവമാണ്, അത് മരിച്ചവരാണ്, അത് അവിടെ ഇല്ലാത്തവരാണ്. ബാക്കിയുള്ള 5944 വോട്ടുകളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചർച്ച. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി പറയുന്നത് ഓരോ ബൂത്തിലെയും ഒരു വോട്ടർ വിചാരിച്ചാൽ 10ഉം 12ഉം 14ഉം വോട്ടർമാരെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നു. അതും ആ വോട്ടർ അറിയാതെ, അതായത് ഞാൻ അറിയാതെ എൻ്റെ പേരിൽ ആരോ ഒരാൾ ഫോം 7 ഫയൽ ചെയ്ത് അത് ഒരു ഫോൺ നമ്പർ ഉണ്ടാക്കി ആ ഫോൺ നമ്പറിൽ നിന്നൊരു OTP നമ്പർ അയച്ച് അതുവഴി 14 പേരുടെ ഫോൺ ഡിലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് ഇത് EROമാരറിയാതെ BLOമാരറിയാതെ ഇത് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇതിന് 2 പ്രോസസ്സുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ ആദ്യം ഫോം 7 പ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്താൽ അത് എൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്തതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ BLOമാർ അല്ലെങ്കിൽ EROമാർ ആ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന് ശേഷമാണ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് ആ വോട്ടർ പട്ടികയിൽ നിന്ന് ആ പേര് നീക്കം ചെയ്യേണ്ടത്. പക്ഷേ നോക്കൂ, മുഴുവൻ സംവിധാനങ്ങളെയും സിസ്റ്റമാറ്റിക് കറപ്ഷന് വിധേയമാക്കിയ ഒരു സർക്കാരിന് ഈ പറയുന്ന ELOയെയും EROയെയും കീഴടക്കാനാണോ ബുദ്ധിമുട്ട്? നിലവിലുള്ള സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റി പോലും കളഞ്ഞുകുളിച്ചൊരു സർക്കാരാണ് മോദി സർക്കാർ. ബീഹാർ അവിടെ മാത്രമല്ലെന്ന് ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ, ആ ഗൈഡ് ലൈനിനെ രാജ്യസഭയിലും ലോക്സഭയിലും 9 ദിവസത്തിന്റെ വ്യത്യാസം കൊണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഇലക്ഷൻ കമ്മീഷന്റെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയും അവിടെ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടൊരു മന്ത്രിയെ കൂട്ടിച്ചേർക്കുകയും ചെയ്തൊരു നാടാണിത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ, ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെ തന്നെ അട്ടിമറിച്ച സർക്കാരിന് ഒരു BLOയെയും ഒരു ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസറിനെയും ഒക്കെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് കരുതിയാൽ അത് അബദ്ധമാണെന്നേ ഞാനിവിടെ പറയൂ. അതുകൊണ്ട് അതൊക്കെ സാധ്യമാണ്. ആ സാധ്യമായതിലേക്കാണ് ഇന്ന് രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് 3 പ്രധാനപ്പെട്ട വോട്ടർമാരുടെ കാര്യമെടുത്താണ് പറയുന്നത്. ഒന്ന്, ഗോദാബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ഫേക്ക് ID ലോഗിൻ ചെയ്തുകൊണ്ട് ഗോദാബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പേരിൽ കുറച്ചാളുകളുടെ വോട്ടർ പട്ടിക പേര് നീക്കം ചെയ്തതായിട്ട് കണ്ടെത്തുന്നു. നോക്കുമ്പോൾ കാണുന്നത് തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തതായിട്ട് കാണുന്നു. ഗോദാബായി വന്ന് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊരു അറിവുമില്ല, എനിക്ക് അങ്ങനെ ഒരു ഫോം 7 ഞാൻ ഫില്ല് ചെയ്തിട്ടുമില്ല, എനിക്ക് അങ്ങനെ ഒരു OTPയും ഫോണും വന്നിട്ടുമില്ല. ഇന്ന് ഗോദാബായിയെ കൊണ്ട് നിർത്തി പറഞ്ഞു, ഈ ഗോദാബായി അറിയാതെ ഫോം 7 ഗോദാബായിയുടെ പേരിൽ ഫില്ല് ചെയ്തത് ആരാണ്? സൂര്യകാന്ത് എന്ന് പറയുന്നയാൾ. നോക്കൂ, 14 മിനിറ്റ് കൊണ്ട് 12 വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഡിലീറ്റ് ചെയ്തു. ആ സൂര്യകാന്ത് ഡിലീറ്റ് ചെയ്ത ഒരു വോട്ടറെ കൂടി കൊണ്ടുവന്നു, പേര് ബബിത ചൗധരി. ബബിത ചൗധരിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് സൂര്യകാന്ത്, ഇത് ബബിത ചൗധരി.
സൂര്യകാന്ത് ഡിലീറ്റ് ചെയ്ത വോട്ടറാണ് ബബിത ചൗധരി. ഈ ഡിലീറ്റ് ചെയ്ത വിവരം ബബിത ചൗധരിക്കും അറിയില്ല, ഡിലീറ്റ് ചെയ്യിപ്പിച്ച എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണുന്ന സൂര്യകാന്തിനും അറിയില്ല. അപ്പോൾ സൂര്യകാന്തിൻ്റെ പേരിൽ, ഗോദാബായിയുടെ പേരിൽ ആരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത്? രാഹുൽ ഗാന്ധിയുടെ ചോദ്യം പ്രസക്തമല്ലേ? ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണ്ടേ? ജ്ഞാനേഷ് കുമാർ മറുപടി പറയണ്ടേ? അത് കഴിഞ്ഞ് നാഗരാജിനെ കൊണ്ടുവരുന്നു. നേരത്തെ ജിമ്മി പറഞ്ഞ കഥ. നാഗരാജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വിചിത്രമാണ് കാര്യം. രാവിലെ 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ നാഗരാജ് എഴുന്നേൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓൺ ചെയ്യുന്നു. അവിടെ ncvp.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് 36 സെക്കൻഡ് കൊണ്ട് ഫോം 7ന്റെ 3-4 പേജുകൾ അടിക്കുന്നു. 36 സെക്കൻഡ്സ്. പ്രേക്ഷകർ ഓർമ്മിക്കണം, 36 സെക്കൻഡ് കൊണ്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും സാധ്യമാകുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ 36 സെക്കൻഡ് കൊണ്ട് ഒരു വോട്ടർ, നാഗരാജ് എന്ന് പറയുന്ന ഒരു വോട്ടർ കമ്പ്യൂട്ടർ തുറന്ന് അതിൽ പേരും ഡീറ്റെയിൽസും എല്ലാം എൻട്രി എല്ലാം രേഖപ്പെടുത്തി അയാളുടെ ദേശം, അയാൾ താമസിക്കുന്ന സ്ഥലം, അയാളുടെ വീട്ടഡ്രസ്സ്, അയാളുടെ അവസാനത്തെ പേര്, ആദ്യത്തെ പേര്, അയാളുടെ എന്തുകൊണ്ട് ഏത് കാരണത്താൽ മാറ്റുന്നു, ഇതെല്ലാം അടിച്ചിട്ട് 2 പേരെ 36 സെക്കൻഡ് കൊണ്ട് നീക്കം ചെയ്തു. ഇതാണ് കണക്കിൽ കണ്ടെത്തുന്നത്. നോക്കൂ, ഇങ്ങനെ 6018 വോട്ടർമാരെയാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പെസിഫിക് ആയ ചോദ്യമല്ലേ ഇത്? 2018 കണ്ടെത്തിയതല്ലേ? അതിനെ തുടർന്ന് പിന്നീട് CID 2023 കേസ് രജിസ്റ്റർ ചെയ്യുന്നതല്ലേ? ആ കേസ് രജിസ്റ്റർ ചെയ്ത 18 തവണ ഇലക്ഷൻ കമ്മീഷനോട് ഈ OTP വന്നതും IP ഡെസ്റ്റിനേഷനും എവിടെയാണ് എന്നുള്ളത് പലതവണ ആവർത്തിച്ചതല്ലേ? എന്നിട്ട് ഒരു തവണയെങ്കിലും ജ്ഞാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷനോ ആ IP അഡ്രസ്സ് എവിടെയാണ് എന്നുള്ളതിനൊരു മറുപടി കൊടുത്തോ? അതെന്തുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷൻ അതിന് ബാധ്യതയില്ലേ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടാൽ ജനാധിപത്യവും സ്വതന്ത്രമായിട്ടുള്ള തിരഞ്ഞെടുപ്പും പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. നിങ്ങൾ അവിടെ പ്രവർത്തിക്കേണ്ടത് നിഷ്പക്ഷനായ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയല്ലേ? അത് സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഈ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഞാൻ അറിയാതെ ഫോം 7 എൻ്റെ പേരിൽ ആരോ ഒരാൾ ഫില്ല് ചെയ്യുന്നു. എൻ്റെ നാട്ടിലുള്ള 10-14 വോട്ടർമാരെ ഞാൻ അറിയാതെ ഞാൻ നീക്കം ചെയ്തതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തുന്നു. എന്ത് വിചിത്രമായ കാര്യമാണിത്? ഇത് യഥാർത്ഥത്തിൽ ഒരു ഹൈഡ്രജൻ ബോംബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. പക്ഷേ നോക്കൂ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംവിധാനത്തെ ഏതൊക്കെ തരത്തിലാണ് അട്ടിമറിക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കിതിനകത്തൊരു അത്ഭുതവുമില്ല. ഈ രാജ്യത്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കൊള്ള, ഒരു ഇലക്ടറൽ കൊള്ള കൊണ്ടുവന്നത് ഈ സർക്കാർ. ഈ രാജ്യത്താണ്, നമ്മുടെ നാട്ടിലാണ് ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്ന് ഈ നാട്ടിലൊരു വലിയ കൊള്ള നടത്തിയത്. ആ ഡീമോണിറ്റൈസേഷൻ്റെ ഫലമായി ആർക്ക് ലാഭം, ആർക്ക് നഷ്ടം, ആർക്ക് ജീവനാശം, ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ ഈ സംവിധാനത്തേക്ക് അട്ടിമറിക്കാൻ ശേഷിയുള്ളൊരു സർക്കാർ ഇരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കുമെന്നുള്ളതാണ്. 9,000-ലധികം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ 9,887 കോടി രൂപ പിരിച്ചെടുത്തതിൽ 6,060 കോടി രൂപയും BJP കൊണ്ടുപോയ കഥയാണ് ഇലക്ട്രൽ ബോണ്ടിന് പറയാനുള്ളത്. അന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ ആർക്കൊപ്പമായിരുന്നു? BJPക്കൊപ്പമായിരുന്നു. അന്ന് SBI ആർക്കൊപ്പമായിരുന്നു? BJPക്കൊപ്പമായിരുന്നു. അന്ന് സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ SBI ആ കണക്കുകൾ പറയുമായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ ഈ പേരുകൾ പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല. പേരുകൾ പുറത്തു വന്നപ്പോഴോ ED റെയ്ഡ് ചെയ്ത് 7 ദിവസത്തിന് ശേഷം 100 കോടിയിലധികം രൂപ നിക്ഷേപിച്ചു എന്ന വിചിത്രമായ കണ്ടെത്തലാണ് വരുന്നത്. നമ്മളതിനെ വിളിക്കുന്ന പേര് പൊളിറ്റിക്കൽ ഹഫ്ത എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ED റെയ്ഡ് ചെയ്യുന്നു, റെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ കൊണ്ടുവന്ന് BJPയുടെ ഇലക്ട്രൽ ഫണ്ടിലേക്ക് പണം കൊടുക്കുന്നു. EDക്ക് റെയ്ഡില്ല, EDക്ക് കേസില്ല, EDയുടെ കാര്യത്തിൽ കുറ്റവിമുക്തനാവുന്നു. ഒന്നും രണ്ടുമല്ല, ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻ, സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി, മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനി, ദെൻ വേദാന്ത എന്ന് പറയുന്ന കമ്പനി, ഈ റിലയൻസിൻ്റെ സബ് പാർട്ണറായി പ്രവർത്തിക്കുന്ന ക്വിക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ക്വിക്ക് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ഇങ്ങനെയുള്ള ED റെയ്ഡ് നടത്തപ്പെട്ട കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് 6,000-ലധികം കോടി രൂപ കൊടുത്തൊരു നാടാണിത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയെ തന്നെ അട്ടിമറിക്കാൻ 9 ദിവസം കൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലുമായി നിയമം പാസാക്കിയ ഒരു സർക്കാർ ഭരിക്കുന്ന നാടാണിത്. ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സംവിധാനത്തിൽ വിശ്വാസ്യത നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. നിലവിലത്തെ സാഹചര്യത്തിൽ ജ്ഞാനേഷ് കുമാർ എന്ന അമിത്ഷായുടെ ഏറ്റവും വേണ്ടപ്പെട്ട ജമ്മു കാശ്മീരിൻ്റെ റീഓർഗനൈസേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി സ്വാധീനം വഹിച്ച ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഈ ജ്ഞാനേഷ് കുമാറിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ഉത്തരം മുട്ടിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഒരിടവേള. ഉത്തരം മുട്ടിച്ചോ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്, ഈ ലോകരാജ്യങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പേപ്പർ ബാലറ്റ് നിലനിർത്തുന്നതെന്നറിയുമോ? കാരണം ഈ സോഫ്റ്റ്വെയർ എന്ന സംവിധാനം ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഇപ്പം ജിമ്മി സാർ ഇത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു. നമ്മൾ ഈ ഒന്നാമത് നിൽക്കുന്ന ഒരാൾ, അതാണ് ഒരു 25 ആളുടെ പേര് വെട്ടാൻ കൊടുത്താൽ
ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് ചെല്ലുന്നു, നിങ്ങൾ ജീവനോടെ ഉണ്ടോ, മരിച്ചുപോയോ, സ്ഥലം മാറിപ്പോയോ, വിദേശത്താണോ, ഇതെല്ലാം ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഫോം എഴുതി കൊടുക്കും, അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യും, അത് വെട്ടിക്കളയും. ഇത് തന്നെയാണ് നടക്കുന്നുള്ളൂ. അതിനൊരു വെരിഫിക്കേഷൻ കൂടെ വരും. ഈ വെരിഫിക്കേഷൻ ആരാ ചെയ്യുന്നതും അത് സോഫ്റ്റ്വെയർ ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. ഇതപ്പോൾ സോഫ്റ്റ്വെയർ ത്രൂ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് ബൾക്കായി ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് ബൾക്കായി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളുള്ളതാണ് ഈ ലോകത്ത് ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ബാങ്കുകളെല്ലാം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആരാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാണ്. അങ്ങനെയൊന്നും പറ്റൂല, ഇത് ഉണ്ടാക്കിയത് ഇങ്ങനെയാണെങ്കിൽ ചെയ്യാനും പറ്റും. അത് ലോകത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം ഈ ബാലറ്റ് പേപ്പർ ഇപ്പോഴും നിലനിർത്തുന്നത്. അല്ലെങ്കിൽ എന്താ അവർക്ക് അറിയില്ലാഞ്ഞിട്ടാണോ? ഇന്ത്യക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ എല്ലാവർക്കും അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കൊക്കെ ഇന്ത്യക്കാരതാ. ഇന്ത്യ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങൾ മുഴുവൻ ഇന്ത്യക്കാരതാണോ? ഇതൊക്കെ ചെയ്യുന്ന ആ രാജ്യങ്ങൾക്ക് അറിയില്ലേ ഇതിനേക്കാൾ നല്ല രീതിയിൽ ബാലറ്റ് നടത്താൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ നടത്താൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ വോട്ടിംഗ് മെഷീൻ നടത്താൻ വേണ്ടിയിട്ട്? അതെന്താ അവർ ചെയ്യാത്തത്? അവർക്കറിയാം അതിൻ്റെ അകത്ത് തിരിമറി നടത്താം എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറാത്തത്? എന്താ ഈ പേപ്പർ കറൻസി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? പേപ്പർ കറൻസി എന്നാണ് ഒരു കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ പേപ്പർ കറൻസി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പേപ്പർ കറൻസി കയ്യിൽ വെക്കുന്നത്. അല്ലെങ്കിൽ എന്നോ ലോകരാജ്യങ്ങൾ, പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം ഡിജിറ്റൽ കറൻസിയിൽ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ എന്നുള്ളതല്ല, സുപ്രീം കോടതി പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ കുറേ കണക്കെടുത്ത് വെക്കും. ആ കണക്കിനെടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നു പറഞ്ഞാൽ ഒരു പൗരന്, ഞാൻ പറഞ്ഞത് ഇത് ആരാ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ട് നേടുന്നില്ല. അപ്പോൾ ഒരു ബില്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വാർഡ് മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സാധാരണ വോട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ചെന്ന സമയത്ത് വോട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെ ചെന്നിട്ട് ഞാൻ വോട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോൾ വോട്ടുണ്ടായിരുന്നല്ലോ, ഈ ആഴ്ച വോട്ടില്ലായിരിക്കും. അവിടുത്തെ ആ ഇലക്ഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിനക്ക് വോട്ടുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ID കാർഡ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ വോട്ട് ചെയ്തിട്ട് പോകാം, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ എന്ന് പറയും. അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു മണ്ഡലത്തിൽ ഒരു 6000 വോട്ട് കുറഞ്ഞാൽ ഒരു ബൂത്തിൽ ചിലപ്പോൾ 5 or 6 വോട്ടിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂന്നേ. അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ 10 വോട്ട് വ്യത്യാസം വന്നാൽ എത്രയാണ്? 10, 250, 300 ബൂത്തുകളാണ്. ഈ 300 നിന്ന് എത്രയായി? 300 ബൂത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ 200 വോട്ടിനും 750 വോട്ടിനും 1000 വോട്ടും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഒരു 5 or 10 വോട്ട് മാറ്റം വരുത്തിയാൽ പോരെ? ഈ 10 വോട്ടും ഈ വോട്ട് ചെയ്യാൻ വരുന്നവർ ഒന്നിച്ചാണോ വരുന്നത്? വോട്ട് ചെയ്യാൻ വരുന്നവർ ഒന്നിച്ചല്ലല്ലോ വരുന്നത്. ഞാൻ 10 മണിക്ക് വരുന്നു, അടുത്തയാൾ 12 മണിക്ക് വരുന്നു, അടുത്തയാൾ 3 മണിക്ക് വരുന്നു. ഒരു വോട്ട് 2 പേരെങ്ങാനും മാക്സിമം ഒന്നിച്ച് വന്നാലായി എന്നല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നടക്കില്ല എന്നുള്ള കാര്യം അങ്ങ് തറപ്പിച്ച് പറയുകയാണ്. ഇതിങ്ങനെയൊന്നും നടക്കില്ല. അന്വേഷിക്കാൻ തയ്യാറാവണ്ടേ? നമ്മളൊരു പരാതി കൊടുക്കുന്നതിനാ, ഒരാൾക്കെതിരെ പരാതി ഉന്നയിക്കുന്നതിനാ. ആ പരാതി ഉന്നയിച്ചാൽ ആ പരാതി സത്യമാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ആ സാമാന്യ മര്യാദ എന്ന് പറയുന്ന സംവിധാനം ഈ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സംവിധാനം കാണിച്ചിട്ട് തന്നെ എത്രയോ ഉത്തരവാദിത്തോടുകൂടി ആളാണ് പറയുന്നത്. ഒരു സാധാരണക്കാരനല്ലല്ലോ, ഒരു സാധാരണ പാർട്ടി. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്നതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്ന സമയത്ത് കേൾക്കണ്ടേ? അതല്ലേ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്? അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, രാഹുൽ ഗാന്ധി ഇപ്പം ഇതൊരു ഒരു ഫൈറ്റിംഗ് മൂഡിലുണ്ട്. ഇതിനു വേണ്ടി രാഹുൽ ഗാന്ധിയുടെ കൂടുതൽ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇടപെട്ട് വരുന്നത്. കാരണം ഇതുവരെ എന്ത് കണ്ടെത്തി, അടുത്ത 3 മാസം അടുത്ത 3 മാസം എന്ത് കണ്ടെത്തും. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തി വരുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് മനസ്സിലാവും ഇതിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് പുള്ളി പറയുന്നത് ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണല്ലോ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്തിയ കാര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പം കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ എന്താണ്, ഇത് ഗ്രാജുവലി എന്ത് സംഭവിക്കും? ജനങ്ങളിലേക്ക് ഇത് നടക്കും എന്നുള്ളൊരു പ്രതീതി വെച്ചു. ഇതൊരു സുപ്രഭാതം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു ഇത് കണ്ടെത്തിയ ഉടനെ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചുകൂടെ, സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഇവരുടെയൊന്നും വിശ്വാസം ഇല്ല. ഇപ്പം നമ്മൾ നേരത്തെ ഒന്ന് സുപ്രീം കോടതി പെറ്റീഷൻ ഫയൽ ചെയ്തോടെ ഇത് എടുത്ത് മുഴുവൻ അന്വേഷിച്ച് റിപ്പോർട്ട് തരാനൊന്നും പറയില്ല എന്നുള്ള ബോധ്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഇവരൊന്നും അത് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇനി ഇവർ പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാവൊക്കെ ഇന്ന് നോക്കുന്നത് എന്താണ്, ഇതെങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊരു വോട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് പിടിക്കുന്നത്, ഓരോ സ്റ്റേറ്റ് വൈസ് പിടിക്കുന്നത്. അപ്പോൾ കർണാടക അവർ പിടിക്കാൻ കാരണം എന്താ? കർണാടക പിടിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന മണ്ഡലമാണ്.
കോൺഗ്രസ് ഭരിക്കുന്ന പിന്നെ എന്താണ് സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെതായ CBIകളും CIDകളും ഉണ്ട്. അവരെ കൊണ്ട് അന്വേഷിക്കുമ്പോൾ എന്താണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലേക്കാണ് വരിക. അപ്പോൾ കുറച്ചും കൂടെ ഇവർക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ ഇപ്പോൾ അതിനൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇനിയൊരു 4 വർഷം കിടക്കുകയാണ് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട്. ഈ 4 വർഷം എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എത്തിച്ചാൽ മതി. ഇന്ന് നാളെ രാവിലെ രാഹുൽ ഗാന്ധി ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഇത് മുഴുവൻ തട്ടിമറിത്തിന്ന് വരുത്തേണ്ട കാര്യമില്ല. എന്താ ഇതെല്ലാം ക്രോഡീകരിച്ച് വേണമെങ്കിൽ ഈ പറയുന്ന 564 മണ്ഡലങ്ങളും ചെയ്യാൻ പറ്റും, ഒരു മണ്ഡലത്തിലല്ല. കാരണം ഒരു ടീം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിക്കാൻ എന്താണ് രാഹുൽ ഗാന്ധിനെ പോലെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് ഒരു 500 ടീമിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ നോക്കുമ്പോൾ 34,000 ആളായിരുന്നു ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരുന്നത്. 34,000 ആൾ ലൈവ് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിൻ്റെ ഈ പിന്നെ ഇതെന്ന് പറയാം. അപ്പം ഇത് പ്രോത്സാഹിപ്പിച്ചൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെ എല്ലാ മണ്ഡലത്തിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്ന വിജയിക്കുമോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ കോൺഗ്രസ് ഉള്ളിലെ പിടിവലി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ഞാൻ പറയില്ല ഇപ്പം പിന്നെ എന്താ ബീഹാറിലെ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഈ ഇത്രയും വലിയ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓടിച്ചോരിക്കെതിരെ. ആ സമയത്ത് കോൺഗ്രസിൽ നിന്നുള്ള വലിയില്ലെങ്കിൽ കാരണം കോൺഗ്രസ് വലിയ രീതിയിൽ അത് കത്തിക്കയറിയത്, അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വലിയ ഒഴിച്ച് ബാക്കിയെല്ലാം ഇത് വിജയത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു കുഞ്ഞിടവേള കൂടി വേണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. സുജയ, ഉത്തരം മുട്ടിച്ചോ രാഹുൽ ഗാന്ധി? ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഉത്തരവൊന്നും മുട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന ഒരു ഹൈഡ്രജൻ ബോംബൊക്കെ പ്രതീക്ഷിച്ചാണ് ഇന്ന് 10 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മോർണിംഗ് ഷോയിൽ ഞാൻ കാത്തിരുന്നത്. 10 മണിക്ക് ആ ഹൈഡ്രജൻ ബോംബ് വരുന്നു, വാതിൽ തുറന്നു വെച്ച് നമ്മുടെ നോബൽ മാരിക്കാരന് കാത്തിരിക്കുകയായിരുന്നു. 10 മണിക്ക് 9:55 മുതൽ തന്നെ നമ്മൾ തത്സമയ സംപ്രേഷണം കൊടുക്കുന്നതിനായി തയ്യാറായിരിക്കുകയായിരുന്നു. നമ്മൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഉറ്റുനോക്കിയിരിക്കും. കാരണം ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. അത് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് ഇനി നേരെ നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബോംബായിരിക്കുമെന്നൊക്കെയുള്ള പ്രമോയും വന്നിരുന്നു. പക്ഷേ പ്രമോയിൽ വന്നതൊന്നും പടത്തിലുണ്ടായിരുന്നില്ല. പടം ഇറങ്ങിയപ്പോൾ പടം മറ്റൊരു പ്രമേയം കൊണ്ടുള്ള ഒരു പടവുമായിട്ടാണ് വന്നത്. അതിനാണോ ഇനി 1 മണിക്കൂർ താമസിച്ചതെന്നും അറിയില്ല. 10 മണിക്ക് നടത്തുമെന്ന് പറഞ്ഞ വാർത്താ സമ്മേളനം എന്തായാലും തുടങ്ങിയത് 11 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഈ അലന്തിലെ വിവരങ്ങൾ അത് വെച്ച് ഇന്ന് ഒരു തട്ടിക്കൂട്ട് ആരോപണങ്ങൾ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് വാർത്താ സമ്മേളനമാണ് ഇന്ന് നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പറഞ്ഞ ആരോപണങ്ങൾ എല്ലാം തന്നെ അത് പരിശോധനയുടെ CIDയുടെ ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് സിദ്ധരാമയ്യ സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരാണ്. 2023 ഈ അലന്തിലടക്കം കോൺഗ്രസ് ജയിച്ചു. അതിനുശേഷം സിദ്ധരാമയ്യ സർക്കാരാണ് കർണാടക ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് CIDയോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം വേണ്ടി വന്നു. അതാണ് കോൺഗ്രസിന്റെ ഭരണ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. കർണാടകയിൽ നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച അതാണ്. ഇവിടെ ഇപ്പോൾ പുതിയ ആരോപണമായി പറഞ്ഞതായി ഇവിടെ നിങ്ങൾ എല്ലാവരും വിവരിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും വോട്ടർമാരെ പുറത്താക്കുന്നു, അതുപോലെ തന്നെ വോട്ട് ചോരിയല്ല വോട്ട് ഡിലീറ്റ് ചോരി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ അഡീഷൻ ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഡിലീഷൻ ആണ്. അപ്പോൾ അഡീഷൻ ആൻഡ് ഡിലീഷൻ ഈ 2 ആരോപണങ്ങളാണ് 2 വാർത്താ സമ്മേളനങ്ങളായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ 2023 സെപ്റ്റംബറിൽ തന്നെ കൽബുർഗി പോലീസിന് ഈ ലോഗിൻ വിവരങ്ങൾ, അതായത് ഏത് IPയിൽ നിന്നാണ് ലോഗിൻ ചെയ്തത്, ആ ലോഗിൻ വിവരങ്ങൾ, അതുപോലെ തന്നെ മൊബൈൽ നമ്പേഴ്സ്, ഏതൊക്കെ മൊബൈൽ നമ്പറാണ്, കാരണം ഞങ്ങൾക്ക് കമ്മീഷനിൽ നിന്ന് തന്നെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ ആളുകൾ തന്നെയാണ് അന്ന് ഈ FIRൽ ഒപ്പം പരാതി കൊടുത്തിരിക്കുന്നത്. ആ വസ്തുത കൂടി നമ്മൾ പറഞ്ഞു പോകണം. ആ വസ്തുതയിലേക്ക് തന്നെ ഞാൻ ആദ്യം വരാം എന്നാണ് കരുതുന്നത്. 2023 നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ ആരോപണത്തിൽ കർണാടക CIDയിലേക്ക് അന്വേഷണം പോയത്, അതിൽ പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ അതുതന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് ആവർത്തിച്ചത്. ഫോംസ് ഫിൽ ചെയ്ത ഡെസ്റ്റിനേഷൻ IP, അതുപോലെ ഡിവൈസ് ഡെസ്റ്റിനേഷൻ പോർട്ട്, അതുപോലെ തന്നെ ഏത് OTP ആണ് വന്നത്, OTP ട്രെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ക്ലാരിറ്റി വരേണ്ടത്. ഇവിടെ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ERO മമത കുമാരി, അതാണ് അവരുടെ പേര്. 2023 അവരായിരുന്നു അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ. ഒപ്പം കോൺഗ്രസിന്റെ MLA ആയ BR പാട്ടീൽ 2023 ജയിച്ചത് BR പാട്ടീലാണ്. അപ്പോൾ മമത കുമാരിയും BR പാട്ടീലും ചേർന്നാണ് ഈ FIRന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു നോക്കി. അപ്പോൾ CIDക്ക് പോയിരിക്കുന്ന FIRൽ ഫെബ്രുവരി 21 ഈ പരാതി പോയിരിക്കുന്നത്. 2023 ഫെബ്രുവരി 21 അതിൽ പറഞ്ഞിരിക്കുന്ന പരാതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയാണ് ഈ FIRമായി അല്ലെങ്കിൽ ഇതിൽ ഈ ആരോപണം ഉയരുമ്പോൾ അതിലൊരു വ്യക്തത വരണമെന്ന് പറഞ്ഞ് പോയിരിക്കുന്നു. അപ്പോൾ ECI അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് മാറി നിൽക്കുകയായിരുന്നു, കോൺഗ്രസ് ആണ് ഇതെല്ലാം നടാടെ കൊണ്ടുവന്നത് എന്ന് പറയുന്ന ആ ആർഗ്യുമെന്റ് അവിടെ പൊളിയുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്താണ്? 2022 ഡിസംബർ 12 മുതൽ 2023 ഫെബ്രുവരി 2 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പ് വഴി ഓൺലൈനായി വന്ന, നിങ്ങൾ പറഞ്ഞ ഈ 32 സെക്കൻഡ് ആ വാദങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ഞാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണെന്ന് പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോപണമാണല്ലോ, അപ്പോൾ ആരോപണം തെളിയിക്കപ്പെടണം. ഇവിടെ 6108 അപേക്ഷകൾ, ആ
അപേക്ഷകളാണ്, അല്ലാതെ 6018 വോട്ട് അവിടെ ഡിലീറ്റ് ചെയ്യുകയല്ല ഉണ്ടായത് എന്ന ഒരു വ്യക്തത കൂടി അവിടെ വരുത്തേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഈ അപേക്ഷകളെ കുറിച്ചാണ് അവിടെ പറയേണ്ടിരുന്നത്. 6018 ഡിലീറ്റ് ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞു വന്നത്. കേട്ട് കഴിയുമ്പോൾ ആകെ തുകയായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അത് കേട്ടിരിക്കുന്ന ആളുകൾക്കും തോന്നേണ്ടതില്ല. അതാണ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രമം എന്നാണ് അർത്ഥം. അപ്പോൾ 6018 വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടും കോൺഗ്രസ് അവിടെ ജയിച്ചു. BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അത്രയും അങ്ങ് ഡിലീറ്റ് ചെയ്തു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ അതായത് പ്രത്യേകിച്ചും താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അടക്കമുള്ള വോട്ടുകൾ ഓരോന്നും സെക്ടർ കാറ്റഗറൈസ് ചെയ്താണ് കേട്ടോ ഇന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന ആളുകളാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കണ്ടെത്തുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇനിയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാനായി ഇങ്ങനെയൊക്കെ താഴെ തട്ടിലിറങ്ങിയുള്ള പ്രവർത്തനമൊക്കെ ഒന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും. കാരണം മേളിൽ തന്നെ ഇരുന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ECIയുടെ ആപ്പ് വഴി വന്നത് 6108 അപേക്ഷകളാണ്. ആ അപേക്ഷകളിൽ എത്ര എണ്ണമാണ് ഫാക്ച്വലായി നിലനിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് അതുകൂടി പറഞ്ഞു പോകണം. 24 ആപ്ലിക്കേഷൻസ് മാത്രമാണ് കൃത്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. 5994 എണ്ണം മാലീഷ്യസ് ഇന്റന്റ് ഉള്ളതാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഈ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ മമതാ കുമാരി. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമാണ്. ഈ ജ്ഞാനേഷ് കുമാർ നയിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ്. അവർ തന്നെ ഈ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മാലീഷ്യസ് ഇന്റന്റോട് കൂടിയുള്ള ഈ അപേക്ഷകൾ വന്നത്? അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. അത് ആരും ചെയ്തു കഴിഞ്ഞാലും അതിപ്പോൾ ആര് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കെതിരായ അന്വേഷണത്തിൽ ഒരു നടപടി ഉണ്ടാകണം. അവിടെ 2023 അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ട് ഫോളോ അപ്പിലേക്ക് പോയില്ല? ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം വന്നതിന് ശേഷം 10-15 മിനിറ്റ് മുമ്പെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ വിഷയത്തിലൊന്ന് അനങ്ങിയത്. എടുത്തു നോക്കിയാൽ കാണാം സിദ്ധരാമയ്യയുടെ പ്രതികരണം വന്നിട്ടുണ്ട് CIDയോട്. നിങ്ങൾ 10-18 മാസമായില്ലേ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിൽ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം, ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് സിദ്ധരാമയ്യ ഇടപെട്ടത് എപ്പോഴാണ്? രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു. സ്വന്തം പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ ആ പാർട്ടിയുടെ DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും ഒക്കെ പല കാര്യങ്ങൾക്കും ഡൽഹിക്ക് വിളിപ്പിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നേരിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ എന്തുകൊണ്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കൃത്യമായി ഈ അന്വേഷണത്തിന്റെ ഫൈൻഡിങ് കൂടി വെച്ചിട്ട് ഇനി വാർത്താ സമ്മേളനം നടത്തിയിരുന്നുണ്ടെങ്കിൽ ഗ്രാഫ് എവിടെ നിന്നേനെ? അങ്ങനെ അത്രയൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധി തോന്നിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും അത് ഇനി ഭാവിയിൽ നടത്താൻ പോകുന്ന, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന തങ്ങളുടെ കപ്പാസിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഇടപെടുന്നത് അവിടെ നിൽക്കാം, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി ഇവിടെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നേരത്തെ EVM മാനിപ്പുലേഷൻ ആയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനിൽ എവിടെ തൊട്ടാലും BJPക്ക് വോട്ട് പോകും, എവിടെ തൊട്ടാലും താമര. അതായിരുന്നു ആദ്യത്തെ ആരോപണം. അത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹൈഡ്രജൻ ബോംബുമായില്ല, പൂത്തിരിയുമായില്ല, കമ്പിത്തിരിയുമായില്ല, നല്ല നനഞ്ഞ പടക്കം പോലെ താഴെ കിടന്ന് അതൊക്കെ ചവിട്ടി തേച്ച് വിട്ടു കോടതി. ഇപ്പോൾ അതിനുശേഷം ഈ EVM മാനിപ്പുലേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ EVMോ ഒന്നും പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിലാണ്. എവിടെ തൊട്ടാലും BJPക്ക് പോകുമെന്നുള്ള ആരോപണം ഇപ്പോൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ചർച്ചകളിലും അതൊന്നും ഉയരുന്നേയില്ല. ഇപ്പോഴാണ് ഈ വോട്ട് അഡീഷൻ ആൻഡ് ഡിലീഷൻ വന്നിരിക്കുന്നത്. ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, അതിനുശേഷം അത് മുന്നണിയിലുള്ള മറ്റ് സഖ്യകക്ഷികൾ പോലും പിന്നീട് അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല. ബീഹാറിൽ പോലും എന്തിന് RJD പോലും ഏറ്റെടുക്കുന്നില്ലെന്ന് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിട്ട് ബീഹാറിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. RJD തൊട്ടിട്ടില്ല. ഇതും പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് പോകുമെന്ന് തേജസ്വി യാദവിന് മനസ്സിലായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇനി ബീഹാറിൽ അത് എപ്പോൾ മനസ്സിലാകുമെന്നുള്ളത് എനിക്കറിയില്ല. ഈ തോൽവി മണത്ത് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും, ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി എങ്കിൽ എന്നുള്ളത് തേജസ്വി യാദവ് ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനകം തന്നെ പല നേതാക്കളോടും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കും ഏറെക്കുറെ ബീഹാറിൽ ആ കാര്യം മനസ്സിലായിട്ടുമുണ്ട്. ഇവിടെ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചത് 10,000 വോട്ടിനാണ്. 6018 പേരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിലാകെ ഡിലീറ്റ് ചെയ്തത് 24 വോട്ടുകൾ മാത്രമാണ്. ബാക്കി അറ്റംപ്റ്റ്സ് മാത്രമായിട്ട് നിൽക്കുമ്പോഴും 10,000 വോട്ടിന് അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അവിടെ കൃത്യമായ വോട്ടുണ്ട്, അല്ലെങ്കിൽ BJP അവിടെ വോട്ട് പിടിച്ചുകൊണ്ട് പോയി ജയിച്ചിട്ടില്ല എന്നൊരു കാര്യവും അവിടെ നിൽക്കുകയാണ്. ഇനി ഈ വോട്ട് ചോരി, ന്യൂക്ലിയർ ബോംബ്, അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഫലമുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ ബോംബ് പൊട്ടിച്ചാലും ബീഹാറിൽ ക്രാഷ് ആകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സീറ്റ് ധാരണയിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. ഒന്നിച്ച് റാലിയൊക്കെ നടത്തി, സെപ്റ്റംബർ 1 വരെ റാലിയും ഒന്നിച്ച് നടത്തവും ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ആ ഒരു പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് ഇത് വലിയ സംഭവമാക്കി അങ്ങ് അവസാനിപ്പിക്കും. അതിനിടയിലല്ലേ കേരളത്തിൽ നിന്ന് BD ബീഹാർ ഒക്കെ വരുന്നത്. അതൊക്കെ കേട്ട് തേജസ്വിയും ടീമും വെറുതെ ഇരിക്കുമോ? VT ബൽറാം ഇവിടെ കൊളുത്തിവിട്ട BD ബീഹാറിനെ കളിയാക്കി പറഞ്ഞതൊക്കെ അവിടെ ഇപ്പോഴും പ്രചാരണ വിഷയമായി നിൽക്കുകയാണ്. പിന്നെ ആ AI വീഡിയോ അത് പാറ്റ്ന ഹൈക്കോടതി എടുത്തു കളഞ്ഞു. അങ്ങനെ പലതരത്തിൽ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ ദാ വരുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അതിൽ 15 വോട്ട് കയ്യിലുണ്ടായിരുന്നതും പോയി. കൂടുതൽ കിട്ടും, ഞങ്ങളിതാ ഒരു പാഠം പഠിപ്പിക്കും, ഞങ്ങളുടെ ശക്തി കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന 15 കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി നരേന്ദ്രമോദിയും ടീമും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അലിഗേഷൻസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി ആണോ എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. ജെനുവിൻ ആണെങ്കിൽ ഈ അലിഗേഷൻസ് ഒക്കെ കൃത്യമായി അന്വേഷണം നടത്തണം. CIDയുടെ മുന്നിലുണ്ടല്ലോ, അതിൽ ARO അടക്കം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി അന്വേഷണം നടക്കട്ടെ, അതിലൊരു പരിഹാരം വരട്ടെ. അല്ലാതെ രാഹുൽ ഗാന്ധി അങ്ങ് ഉത്തരം പൊട്ടിച്ചു, രാഹുൽ ഗാന്ധി ഹീറോ എന്ന് പറയാനൊന്നും തൽക്കാലം എനിക്കിപ്പോൾ സൗകര്യമില്ല. സീരിയസ് ആയിട്ടുള്ള ലീഗൽ ആക്ഷൻ, ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് എതിരെ എടുക്കുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം ജ്ഞാനേഷ് കുമാർ വോട്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനേഷ് കുമാർ അല്ലേ ഇവരെ കൊണ്ടെല്ലാം ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് 32 സെക്കൻഡിലും 15 സെക്കൻഡിലും ഒക്കെ ഇടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനേഷ് കുമാറിനെ നേരിട്ട് അലിഗേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ലീഗൽ ആക്ഷനിലേക്ക് അവർ പോകാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും
ഈ AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ തവണത്തേതുപോലെ ആയിരിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുകയാണെന്ന് ബീഹാറിലെ റോഹ്താസിലെ റാലിയിൽ ഇന്ന് അമിത്ഷാ ഈ ആരോപണം നടത്തുന്ന വാർത്താ സമ്മേളനം നടന്നതിന് തൊട്ട് പിന്നാലെ പറഞ്ഞിട്ടുണ്ട്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവ് ശൈലിയാണ്, തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് നിരാശ വരുമല്ലോ, സ്വാഭാവികം എന്നുകൂടി അനുരാഗ് ഠാക്കൂർ ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കില്ല എന്നൊരു കാര്യം അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. റദ്ദാക്കുന്നത് ബന്ധപ്പെട്ട വ്യക്തിക്ക് നോട്ടീസ് നൽകി അയാൾക്ക് പറയാനുള്ള ന്യായീകരണം കൂടി കേട്ട ശേഷമാണ്. അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഇട്ട ഉടനെ നിങ്ങളുടെ വോട്ടങ്ങ് റദ്ദായി പോകും എന്നൊരു വ്യാഖ്യാനം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഭാഗികമായെങ്കിലും അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല വാദങ്ങളും വരും എന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. റഫാൽ, ചൌക്കിദാർ ചോർഹെ, അതുപോലെ തന്നെ സവർക്കർ തുടങ്ങി പല കാര്യങ്ങളിലും നടത്തിയ പരാമർശങ്ങളിൽ കോടതിയിൽ പോയി തിരിച്ചടി നേരിട്ട ഒരാളാണ് ഇപ്പോൾ ഈ ഉത്തരം മുട്ടിച്ചു എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം മുട്ടുന്നത് ആർക്കാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയാം. ഇവിടെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വരുന്നത് ധമാക്ക നടത്താനാണ്, സ്ഫോടനം നടത്താനാണ്. പക്ഷേ അവസാനം എന്തെങ്കിലും നാടകം, ഡ്രാമ കളിച്ചിട്ട് തിരിച്ചു പോകുമെന്നുള്ളതാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ മറ്റൊരു വാചകം. അതോടൊപ്പം ഒറ്റ കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. എന്തായാലും കർണാടകയിൽ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും കൃത്യമായി എല്ലാ വോട്ടർമാർക്കും, നേരത്തെ മാഡം പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ്. കാരണം കേരളത്തിലായാലും ഇപ്പോൾ അടൂർ പ്രകാശ് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രൂസൈഡറാണ്. കാരണം ആറ്റിങ്ങലിൽ സമ്പത്ത് ജയിച്ചുകൊണ്ടിരുന്നത് ഈ കള്ളവോട്ട് കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിലെ വലിയ കള്ളത്തരമൊക്കെ മാഡത്തിന് ഓർമ്മയില്ലേ? അടൂർ പ്രകാശ് അല്ലേ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിലടക്കം SIR വരുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കള്ളത്തരങ്ങളൊക്കെ എന്തായാലും പിടിക്കപ്പെടും. അപ്പോൾ യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ SIR-നെ കുറിച്ച് കൂടി പറയാം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കർണാടകയിൽ 25-ാം തീയതി റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. 25 മുതൽ SIR നടപ്പാക്കലിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് 58,000 BLO-മാരുടെ പരിശീലനം ഈ വരുന്ന ദിവസം 23-ാം തീയതി പൂർത്തിയാകും. അപ്പോൾ 2002-ൽ 3.5 കോടി വോട്ടർമാരാണ് കർണാടകയിൽ ഉണ്ടായിരുന്നത്. 2025 ആകുമ്പോൾ അത് 5.5 കോടി ആയിട്ടുണ്ട്. അപ്പോൾ 5.5 കോടി വോട്ടർമാരിൽ എത്ര പേർക്ക് കൃത്യമായി വോട്ടർമാരാണ് എന്നുള്ള ആ ഒരു SIR പൂർത്തിയാകട്ടെ. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. ആരും ആരുടെയും വോട്ട് എവിടെയും എടുത്തുകൊണ്ട് പോകില്ല. രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഉത്തരങ്ങളൊന്നും ആർക്കും മുട്ടിയിട്ടില്ല. ഗ്യാനേഷ് കുമാറിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നടപടി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. 2023 കണ്ടെത്തിയ ഈ CID കണ്ടെത്തിയ ഇട്ടിരിക്കുന്ന FIR-ൽ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന OTP-യുടെയും IP ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തോ? അതാണല്ലോ ഇന്നിപ്പോൾ സിദ്ധരാമയ്യ ചോദിച്ചിരിക്കുന്നത്. അത് മറുപടി പറയേണ്ടത് CID ആണ്. CID എങ്ങനെയാണ് കൊടുക്കുന്നത്? CIDക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. CID-യുടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന 18 കത്തുകൾ CID കൊടുത്തത് ഇലക്ഷൻ കമ്മീഷനിലേക്ക്. കർണാടക ഇലക്ഷൻ കമ്മീഷനോട് കൊടുത്തു 5994 മലീഷ്യസ് ഇന്റന്റോട് കൂടിയ, അതായത് ദുരുദ്ദേശത്തോടു കൂടിയ അപേക്ഷകൾ, അതിന്റെ ഭാഗമായി വന്ന OTP, അതിന്റെ IP ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് കൊടുത്തത്. കൊടുത്തു എന്നാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം ഒരു 20 മിനിറ്റും എടുത്തു നോക്കിയാൽ അവരുടെ സൈറ്റ് കൊടുത്തിട്ടില്ല. അവർ പറയുന്നു. താങ്കൾ പറഞ്ഞാൽ എനിക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവരുടെ റിപ്ലൈ വന്നിട്ടുണ്ട്. എന്താണ് അതിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്ത് പറഞ്ഞു? ഞങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടില്ല. IP ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടില്ല. ഇത്രയും നേരം 6000 വോട്ട് തട്ടിയെന്നായിരുന്നു. ഒരു നിമിഷം, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. 6018 അപേക്ഷകളിൽ 24 എണ്ണം ഫൗണ്ട് കറക്റ്റ്. ബാക്കിയുള്ള 5994 മലീഷ്യസ് ഇന്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശപരമായിട്ടുള്ള അപേക്ഷകളാണ്. അത് മാത്രമല്ല പാർട്ടിയിൽ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികം അവിടെയുള്ള ഇലക്ട്രൽ ഓഫീസർ, ബൂത്ത് ലെവൽ ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടെ കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ കക്ഷി ചേർക്കുക. നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ അങ്ങനല്ലേ കൊടുക്കുക. സാറേ, ഇത് കണ്ടുപിടിച്ചത് ഇലക്ഷൻ കമ്മീഷൻ അല്ല. അവിടുത്തെ സാധാരണക്കാരായുള്ള അംഗൻവാടി ടീച്ചർ അടക്കമുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് കണ്ടുപിടിച്ചത്. എങ്ങനെ കണ്ടുപിടിച്ചത്? അമ്മാവൻ്റെ പേര് ലിസ്റ്റിലില്ല എന്നത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വ്യാപകമായിട്ട് നടക്കുന്നത് ഈ കൂട്ട ഡെലീഷനാണ്. എവിടെ മറുപടി ഇലക്ഷൻ കമ്മീഷന്? ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്താ മറുപടി പറഞ്ഞത്? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ, ഇത് ഈ OTP ഇത് സാധ്യമാണ് എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ ഗോദാബായി എങ്ങനെയാ വരിക? ഗോദാബായി വരിക? സൂര്യകാന്ത് എങ്ങനെയാ വന്നത്? അതുകൊണ്ടല്ലേ കൊണ്ടുവന്ന് കാണിച്ചത്. ഒരു പേര് പറഞ്ഞു പോയാൽ സുജിയെ പറഞ്ഞ് മനസ്സിലാക്കാം. അവിടെ ഗോദാബായി വന്ന് പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല, സൂര്യകാന്ത് വന്ന് പറയാം ഞാൻ അറിഞ്ഞിട്ടില്ല. 18 കത്തുകൾക്ക് മറുപടി കൊടുക്കാത്ത നിങ്ങളിപ്പോ ഇത്ര അറിഞ്ഞാൽ മതി, ഇതൊന്നും നടക്കില്ല. ഇതൊന്നും എന്നിട്ടാണ് വന്നിട്ട് പറയുന്നത് പൂത്തിരിയാണത്രേ. അല്ല, ഇവിടെ ഇതാണോ ബോംബ്? ചിരിപ്പിക്കാതെ ഇതാണോ ബോംബ്? ഇതെന്താ ചെറിയ കാര്യമാണോ?
സുജയ നോക്കൂ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന എനിക്ക് ചിരിയല്ല വരുന്നത്, എനിക്ക് ഞെട്ടല വരുന്നത്. ഇതൊരു ആർട്ടിക്കൽ കണ്ടില്ലല്ലോ ഞെട്ടൽ. ആ ഞെട്ടലാണ് കണ്ടത്. ആണോ? അത് തന്നെയാണ് കണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ല, അവിടെ എന്താ സംഭവിച്ചത്? അങ്ങനെയാണ് SIR വരുന്നുണ്ട്. തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത്? അല്ല, എല്ലായിടത്തും തൃശ്ശൂരിൽ ബി ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? കാശ്മീരിലുള്ള വോട്ടറെ തൃശ്ശൂർ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു. വ്യക്തിയുടെ അഭിപ്രായമല്ലല്ലോ ചർച്ച ചെയ്യുന്നത് ഇവിടെ. ആ വ്യക്തിയുടെ അല്ല, ബി ഞാൻ വ്യക്തിയല്ലോ, പാർട്ടിയുടെ നേതാവ്. ഞാൻ അടൂർ പ്രകാശിന്റെ പരാതിയെക്കുറിച്ച് ഫൈൻഡിങ്സിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആറ്റിങ്ങലിൽ അപ്പോൾ എ സമയത്ത് ജയിച്ചു വന്നത് കള്ളവോട്ട് കൊണ്ടെന്നാണോ? ഇതേ കോൺഗ്രസിന്റെ UDFന്റെ കൺവീനറായ അടൂർ പ്രകാശാണ് പറയുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരനായ MP ആയ അടൂർ പ്രകാശ് കൺവീനറാണ് പറയുന്നത്. ഒരൊറ്റ വീട്ടിൽ ചേർത്ത് അവിടെ അങ്ങനെയല്ല കണ്ടെത്തിയത്. ഇരട്ട വോട്ടുകൾ പല സ്ഥലങ്ങളിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. തൃശ്ശൂരിൽ ഒരൊറ്റ BJP നേതാവിന്റെ വീട്ടിൽ 22 ടി എൻ പ്രതാപന്റെ പരാതിയിൽ എന്താ സംഭവിച്ചത്? പരാതിയിൽ എന്താ സംഭവിച്ചത്? നോ, രേഖയില്ല. രേഖ കൊണ്ട് പോയിട്ട് കാര്യമില്ല. ടി എൻ പ്രതാപന് രേഖയില്ല. എവിടെയാ കൊടുത്തത്? ഇലക്ഷൻ കമ്മീഷനിൽ രേഖയില്ലാതെ പോയി കൈരേഖ കാണിച്ചാൽ എന്ത് നടക്കും? അല്ല, ഇതാണ് പ്രശ്നം. കേസ് കോഡ്, ആറ്റിറ്റ്യൂഡ്. അതെ, കേസ് കൊടുക്കാൻ പേടി. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം വരുമ്പോൾ എന്നാത്താൻ കേസ് കൂടെ നല്ല പറയുന്നത് ഇത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാഹുൽ ഗാന്ധി അല്ല ചോദിച്ചത്, പോലീസ് സംവിധാനം ചോദിക്കുകയാണ്. നിങ്ങൾ കൊടുത്ത കേസിൽ ഞങ്ങൾക്ക് ഇന്ന രേഖകൾ വേണം, തരൂ. അത് കൊടുത്തു എന്നാണ് പറയുന്നത്. 18 കത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് കൊടുത്തു എന്നാണ്. കർണാടക ഇലക്ഷൻ വന്നിട്ടുണ്ട്. താങ്കൾക്ക് IP അഡ്രസ് കൊടുത്തിട്ടില്ല, OTP വന്നിരിക്കുന്ന ഫോൺ നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അത് ഏത് കമ്പനിയിലാണെന്ന് കൊടുത്തിട്ടില്ല. അല്ല, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ആരാണ് ഇവിടെ എതിർ നിൽക്കുന്നത്? രാഹുൽ ഗാന്ധി ഇനിയിപ്പോ CD ആരന്വേഷിക്കുന്നത്? CD അന്വേഷിച്ച് എവിടെ വരെ പോകാൻ പറ്റും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിപ്പോ എല്ലാ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്താൻ പറ്റും. നാഗ്പൂർ നടന്നൂടെ? ഇതൊക്കെ അഹമ്മദാബാദ് നടന്നൂടെ? എവിടെയും നടക്കാമല്ലോ. ഇങ്ങനെ കരയാതെ അത് ശരി, അതാണ് ഇത് തെരഞ്ഞെടുപ്പ് 2024 ജൂൺ 4 തുടങ്ങിയ തന്നെയാണല്ലോ പരിശോധിക്കുന്നത്. സുജിയ, ഇതേ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ ഹരിയാനയിലെ കരച്ചിൽ ഞാൻ കണ്ടതാ, മഹാരാഷ്ട്രയിലെ കരച്ചിൽ ഞാൻ കണ്ടതാ, ഡൽഹിയിലെ കരച്ചിൽ ഞാൻ കണ്ടതാ, കൂട്ടക്കരച്ചിൽ. കരയാൻ പോയത് നമ്മൾ കണ്ടതാ. എനിക്ക് നെഞ്ചു കരയാൻ പോയത് നമ്മൾ കണ്ടതാ. അജയ് റായിയോടൊപ്പം 3 റൗണ്ടിൽ പിന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് പാതി ഭൂരിപക്ഷത്തിലേ ഉള്ളൂ. അഭിമാനിക്കാൻ ഒന്നുമില്ല സുജയ. 240 സീറ്റുകളെ BJPക്ക് ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ 234 സീറ്റുകളുണ്ട്. അത് നമ്മുടെ മുന്നിലെ കണക്കാണ്. പക്ഷേ 272 പ്ലസ് എന്ന് പറയുന്ന അത് 290 വരണമെങ്കിൽ നമ്മളുടെ JDUവിന്റെയും പിന്നെ തെലുങ്കുദേശം പാർട്ടിയുടെ കൂടെ തോളെ കൈയിടണം. തോളെ കൈയിടല്ല, ആ തോളെ കൈയിട്ടില്ലെങ്കിൽ 240 തകിക്കാൻ പോയ ചെയ്തിട്ടും 240 ഒതുങ്ങി. ഇന്ന് താങ്കൾക്ക് സമയം പ്രശ്നമല്ലേ? ഇതൊക്കെ സന്തോഷം. താങ്കൾക്ക് സമയം പ്രശ്നമല്ലേ? ഡോക്ടർ അരുൺ, നിങ്ങൾക്ക് പ്രശ്നമല്ലേ? സമയം പ്രശ്നമല്ലേ? നിങ്ങൾക്ക് ബുള്ളറ്റിൻ പറഞ്ഞതല്ലേ? നമുക്ക് തർക്കം അവസാനിപ്പിക്കാം. ഉത്തരം മുട്ടിച്ചോ എന്നാണ് ചോദ്യം. 4 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾക്ക് മാത്രം എന്റെ നോ ആണ്, സ്ട്രോങ് നോ. Meet the editors.